പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി തിരുവചന പ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം പൂർവപിതാക്കളിലീശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം സ്തുതികൾ പാടിടാം താണുവണങ്ങിടാം ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി നവീകരിക്കണമേ നാഥാ തിരുസഭയെ പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. ദൈവം എത്ര സ്നേഹമുള്ളവനാണ്. നമ്മളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എത്ര മനോഹരമായിട്ടാണ് ദൈവം നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒത്തിരി പണത്തിന് വേണ്ടി ഒരു കാലത്ത് വളരെ ഓടിയ ഒരാളാണ്. ഒരു പ്രമുഖ സ്ഥാപനത്തിൻ്റെ ഡീലറായി ഹോം അപ്ലയൻസസ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് 2009 ഒരു ദിവസം എൻ്റെ ഭാര്യയുടെ വീട്ടിൽ വെച്ച് മാവേലിക്കരയിൽ വെച്ച് ഒരു ചെറിയൊരു കൈവേദന എനിക്ക് ഉണ്ടായി. കൈവേദന കുറച്ച് കഴിയുമ്പോൾ കൂടുന്നതിന് ഭാഗമായിട്ട് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇതിങ്ങനെ കൂടുകയാണെങ്കിൽ നമുക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട, എത്രയും പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സ്നേഹിതനായ ഒരു ഡോക്ടറെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇടത്തെ കൈയിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അതിന് പ്രകാരം ഞാൻ എൻ്റെ കാർ എടുത്തുകൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയി. അവിടെ ചെന്ന് അവരാദ്യം അത് പരിശോധിച്ചപ്പോൾ പ്രഷർ വളരെ കൂടുതലായിരിക്കുന്നതായിട്ട് കണ്ടെത്തി. അങ്ങനെ അവർ ECG എടുത്ത സമയത്ത് അവർ പറഞ്ഞു, കാർഡിയാക് പ്രോബ്ലം കാണുന്നുണ്ടല്ലോ, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എറണാകുളത്ത് ചെല്ലുമ്പോൾ ഒരു നല്ല ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങളൊരു കാർഡിയാക് ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു. ഞാനത് മറന്നുപോവുകയും ചെയ്തു. വേദനയൊക്കെ മാറി, ഇഞ്ചക്ഷൻ എടുത്തതിന് പ്രകാരം വേദനയൊക്കെ മാറിക്കൊണ്ട് ഞാൻ തിരിച്ച് എറണാകുളത്ത് ഇവിടെ വന്നു. എൻ്റെ സ്ഥാപനവും എൻ്റെ ജോലികളുമായിട്ട് ഞാനിങ്ങനെ മുൻപോട്ട് പോവുകയായിരുന്നു. എന്നാലും ഭാര്യ എന്നെ പലപ്പോഴും ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, നമുക്കൊന്ന് ഡോക്ടറെ കാണണം, എന്താണത് അടുത്ത ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ളത്. കാരണം സ്വാഭാവികമായിട്ടും ഭാര്യമാർക്കാണല്ലോ അതിൻ്റെ ഒരു വേദന ഉണ്ടാവുക. അങ്ങനെ ഉള്ള നിർബന്ധം സഹിക്കവയ്യാതെ ഞാൻ ഇവിടെ പ്രശസ്തമായ ഒരു എറണാകുളത്തെ ഹോസ്പിറ്റലിൽ ചെന്ന്
ഞാൻ ഡോക്ടറെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നല്ല ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ട്, ഇതൊരു സർജറി കൊണ്ട് മാത്രമേ ഇത് പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാനും തീരുമാനമെടുത്തു, എന്തായാലും കുടുംബത്തിലെ ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാനാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഭാര്യ എന്നെ വല്ലാതെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. പ്രായമായ ഒരു അമ്മയും എനിക്ക് വീട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും കറങ്ങി നടന്നപ്പോൾ ചെന്നൈയിലെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റൽ, മിയോട്ട് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ, ഒരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ ഇതിനുണ്ടെന്നും അവിടെ ഏറ്റവും പ്രശസ്തനായ ഒരു ഡോക്ടർ ഇതിനു വേണ്ടി ഉണ്ടെന്നും അറിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. ഒരു ബാഗും എടുത്ത് ഒരു ടൂറിന് പോകുന്ന പോലെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. ഹോസ്പിറ്റലിൽ ചെന്ന്, വളരെ വലിയൊരു ഹോസ്പിറ്റലാണ്, ഒരു സ്റ്റാർ ഹോസ്പിറ്റൽ. സാധാരണക്കാർക്കൊന്നും അവിടെ ചെല്ലാൻ പറ്റത്തില്ല. അവിടെ ഞങ്ങൾ റൂമിന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വിദേശത്തു നിന്നുള്ള ആളുകളാണ്. ഞങ്ങൾ എന്തായാലും നേരത്തെ നിശ്ചയിക്കപ്പെട്ട പോലെ ഒരു റൂം എടുത്തു. ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ ദിവസം ചില ചെക്കപ്പുകളൊക്കെ നോർമലായിട്ടുണ്ടാവും. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ചെക്കപ്പ് ചെയ്ത സമയത്ത് അവർ ചോദിച്ചു, നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? സത്യത്തിൽ എനിക്ക് പണ്ടെങ്ങാണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ പറഞ്ഞു A പോസിറ്റീവാണ്. അവർ മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്തതിന് ശേഷം പറഞ്ഞു, നമുക്ക് അടുത്ത ദിവസം സർജറി പ്ലാൻ ചെയ്യാം. അന്ന് രാത്രി ഒരു 7-8 മണിയായപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഈ സർജറിയുടെ പ്രാധാന്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ബിജു, ഇത് ചെയ്യുന്നത് ഈ തരത്തിലാണ്, ഇതിന് വാൽവുകളും മറ്റുകളും ആവശ്യമായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഈ മേശപ്പുറത്തിരിക്കുന്ന വാൽവുകൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഫിറ്റ് ചെയ്യും. അതിനകത്ത് ഒരെണ്ണം ഇറ്റലിയിൽ നിന്നുള്ളത്, ഒരെണ്ണം ലണ്ടനിൽ നിന്നുള്ളത്, ഒരെണ്ണം മറ്റ് ഏതോ രാജ്യത്തിൽ നിന്നുള്ളത്. ഓരോ വാൽവുകളും അതിൻ്റെ പ്രവർത്തന രീതികളും ഒക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞു തരികയുണ്ടായി. എന്തായാലും ഞാൻ വളരെ സൗമ്യമായിട്ട് പറഞ്ഞു, ഡോക്ടറെ, ജീവിതം ഒന്നേയല്ലേ ഉള്ളൂ, അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല വാൽവ് എനിക്ക് വെച്ച് തന്നാൽ മതി, പണം ഒരു പ്രശ്നമല്ല. അങ്ങനെ അതിന് പറഞ്ഞ പ്രകാരം ഏറ്റവും നല്ലൊരു വാൽവ് എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ട് സർജറിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കിക്കൊണ്ട് ഞാൻ സമാധാനത്തോടെ എൻ്റെ മുറിയിലേക്ക് പോയി കിടന്നു. പിറ്റേ ദിവസമാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം അറിഞ്ഞത്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് A പോസിറ്റീവ്. ഞാൻ കരുതിയിരുന്ന പോലെ A പോസിറ്റീവ് അല്ല, അത് B നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഞാൻ സാധാരണ ഹോസ്പിറ്റലിൽ അങ്ങനെ പോകുന്ന ഒരാളായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ തെറ്റുപറ്റിപ്പോയത്. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസത്തെ എൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് 5 പേരുടെ ബ്ലഡ് വേണം. എനിക്ക് ചെന്നൈയിൽ ഒരു പരിചയവുമില്ല. സർജറിക്ക് ഏതാണ്ട് 3 മണിക്കൂർ മുമ്പ് അനേകം ആളുകളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം 5 ചെറുപ്പക്കാർ അവിടെ വന്നിട്ട് എനിക്ക് വേണ്ടി ബ്ലഡ് കൊടുത്തിട്ട് പോയി. ഒരുപക്ഷെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ഏതെങ്കിലും മേജർ സർജറികളിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. എന്നെ ആ സർജറിക്ക് വേണ്ടിയിട്ട് പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ ഒരുക്കി. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. സ്ട്രക്ചറിൽ നമ്മളെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ വെളിച്ചത്തോടെയുള്ള ഒരു മുറിയിലേക്ക് പ്രവേശിപ്പിക്കണം. ഞാൻ കരുതിയിരിക്കുന്നത് ഇപ്പൊ എന്നെ ഓപ്പറേഷൻ ചെയ്യുമെന്നാണ്. പക്ഷേ ശാന്തമായി സ്ട്രക്ചറിൽ കിടക്കുന്ന എൻ്റെ അടുത്തേക്ക് ഒരു ഡോക്ടർ ചിരിച്ചുകൊണ്ട് വന്നിട്ട്, ബിജു, ഞങ്ങൾ ഓപ്പറേഷന് തയ്യാറാവുകയാണ്, പേടിയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, എനിക്ക് പേടിയൊന്നുമില്ല. അദ്ദേഹം ഒരു കൊച്ചു സിറിഞ്ച് എടുത്ത്, കൊച്ചതെന്ന് വെച്ചാൽ വളരെ കൊച്ചു സിറിഞ്ച്, എൻ്റെ കൈയുടെ ഈ ഭാഗത്ത് ആ സിറിഞ്ച് വെച്ചിട്ട് ഒന്ന് ചെറുതായി അമർത്തിയപ്പോൾ ഞാനൊരു വലിയ ഉറക്കത്തിലേക്ക് പെട്ടെന്ന് പോയി. പിന്നെ എനിക്ക് ബോധം തെളിയുന്ന സമയത്ത് എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ വായിലൂടെയും ഒക്കെ ട്യൂബുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. എനിക്കൊറ്റ കാര്യം മാത്രമേ അറിയണ്ടൂ, ഏത് വാൽവാണ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഡോക്ടർ വന്നു,
ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ വായിൽ ഈ ട്യൂബുകളും മറ്റും പിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. എന്നാലും അദ്ദേഹത്തിന് അടുത്ത് വന്നു നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, കൈകൊണ്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ കൈ കാണിച്ചു, ഏത് വാൽവാണ് വെച്ചിരിക്കുന്നത്? എൻ്റെ പ്രയാസവും ആകാംക്ഷയും ഒക്കെ കണ്ടിട്ടായിരിക്കാം ഡോക്ടർ എൻ്റെ കൈക്ക് വിളിച്ച് സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, ബിജു, വാൽവുകളൊന്നും വെക്കേണ്ടി വന്നില്ല. ഞങ്ങൾ താങ്കളുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വാൽവിനെ റിപ്പയർ ചെയ്തിട്ട് തന്നെ അത് പിടിപ്പിച്ചിരിക്കുകയാണ്. ദൈവാനുഗ്രഹം കൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ ആശ്വസിച്ചു. ദൈവം എത്ര സ്നേഹമുള്ളവനാ, അവൻ എനിക്ക് വേണ്ടി എത്ര വേണ്ടി കരുതിയിരിക്കുന്നു. ഞാനേതായാലും ആശ്വാസത്തോടെ ഇരുന്നു. സാധാരണഗതിക്ക് ഇങ്ങനെയുള്ള മേജർ സർജറികളൊക്കെ കഴിയുന്ന ആളുകളെ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ICUവിൽ ഇടുന്നൊരു പതിവുണ്ട്. അതിനുശേഷം മാത്രമേ റൂമിലേക്ക് കൊണ്ടുപോയുള്ളൂ. 3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ റൂമിലേക്ക് മാറ്റപ്പെട്ടു. ആ സമയത്തേക്ക് എൻ്റെ ഫാമിലിയൊക്കെ, എൻ്റെ വൈഫ്, പ്രത്യേകിച്ച് എൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും ദൈവം മനോഹരമായി ഞങ്ങളെ വിടുവിച്ചിരിക്കുന്നു. എന്നാൽ 3 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ബ്ലഡിലെ എൻ്റെ ഒരു റിസൾട്ട് മോശമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ക്രിയാറ്റിൻ്റെ കൗണ്ട് കൂടി വരുന്നു. ക്രിയാറ്റിൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, കിഡ്നി പ്രവർത്തനം നിർത്തിക്കൊണ്ടുവരുന്നു. വീണ്ടും പ്രയാസമായി, വീണ്ടും സങ്കടങ്ങളായി. പ്രത്യേകിച്ച് ഭാര്യയും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൈപിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ് റൂമിൽ കൊണ്ടുവന്നതേ ഉള്ളൂ. ഇപ്പൊ കിഡ്നിയുടെ പ്രവർത്തനം നിന്നുകൊണ്ടിരിക്കുന്നു. ആ ഹോസ്പിറ്റലാണെങ്കിലോ അവിടെ ഹാർട്ടിന് വേണ്ടി മാത്രമുള്ളൊരു ഹോസ്പിറ്റലാണ്. അവിടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറില്ല, ഒരു സംവിധാനമില്ല, ഒരു സൗകര്യങ്ങളുമില്ല. എന്നിരുന്നാലും എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ അവർ വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി. അവിടെ ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള മിഷനറീസ് ഇല്ല, അവരത് അറേഞ്ച് ചെയ്തു. അതിനുള്ള സൗകര്യങ്ങൾ അവിടെ കണക്ട് ചെയ്തിട്ടില്ല, അത് പെട്ടെന്ന് ചെയ്തു. എന്തുവരെ കണ്ടു? 3 ദിവസം കൊണ്ട് ഡയാലിസിസ് തുടങ്ങി. ഓരോ പ്രാവശ്യവും റൂമിൽ നിന്ന് എന്നെ കൊണ്ടുപോകും, കഴുത്തിൽ കത്തീഡ്രൽ ഇട്ടുകൊണ്ട് ഡയാലിസിസ് തുടങ്ങി. അങ്ങനെ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഡയാലിസിസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ കൃപ കൊണ്ട് ക്രിയാറ്റിൻ കുറഞ്ഞു വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, സാധാരണഗതിക്ക് ഈ ഒരു സർജറി കഴിഞ്ഞാൽ 7 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ടതാണല്ലോ. ഞാനിപ്പോൾ ഇവിടെ ഏതാണ്ട് 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 20 ദിവസത്തോളം എടുക്കുന്നു. ഇനിയുള്ള ട്രീറ്റ്മെൻ്റൊക്കെ ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് ഞാൻ ചെയ്തോളാം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ എൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ അവര് എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് പോരുന്നതാകട്ടെ ഒരു ട്രെയിനിൽ. നെഞ്ചത്ത് ഒത്തിരി കെട്ടുകളും കയ്യിൽ ഒത്തിരി ബാൻഡേജുകളൊക്കെ ആയിട്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ വൈകുന്നേരം 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ ചെന്നൈ സെൻട്രലിൽ നിന്നും എറണാകുളത്തേക്ക് പോരുക. എറണാകുളത്തേക്ക് പോരുകയാണെന്ന് പറയുമ്പം AC ക്യാബിനിൽ എൻ്റെ ബോഗിയിൽ മറ്റ് യാത്രക്കാരോടൊപ്പം ഞാനും എൻ്റെ ഭാര്യയും മാത്രമല്ല. വണ്ടി നീങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധ മനസ്സ് എന്നോട് പറയുകയാണ്, വിജു, ഇത് ആശുപത്രിയല്ല. ഇവിടെ നിന്നെ സഹായിക്കാൻ ഡോക്ടർമാരില്ല, ഇവിടെ നിന്നെ സഹായിക്കാൻ നഴ്സുമാരില്ല. നിന്റെ കൂടെ ഇരിക്കുന്ന യാത്രക്കാർ, അവർക്ക് നിന്നോട്ട് അറിയത്തുമില്ല. മാത്രവുമല്ല, ഈ ട്രെയിൻ ഇവിടുന്ന് യാത്ര പുറപ്പെട്ടാൽ ഇടയ്ക്ക് നിർത്താനോ നിന്നെ സഹായിക്കാനോ മാർഗവുമില്ല. ചിന്തകൾ വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും എൻ്റെ ഉള്ളിലെ പ്രഷർ ഷൂട്ടപ്പ് ചെയ്തു.
എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എൻ്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. ഞാൻ ഇന്ന് ഈ ട്രെയിനിൽ മരിക്കാൻ പോവുകയാണെന്ന് എൻ്റെ ബോധം എന്നോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഉടനെ എൻ്റെ തൊട്ട് അപ്പർ ബർത്തിൽ കിടക്കുന്ന ലിൻസിയെ, എൻ്റെ ഭാര്യയെ കൈകൊട്ടി ഒന്ന് വിളിച്ചു. വിളിക്കേണ്ട കാര്യം പോലും ഇല്ല. ഒന്ന് മുട്ടിയാൽ പോലും ചാടി ഇറങ്ങുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഭാര്യ അപ്പോഴുള്ളത്. ആ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അവള് ചാടി താഴെ ഇറങ്ങി വന്നു. അച്ഛാ, എന്താ വേണ്ടിയ, എന്തു പറ്റി? ഞാൻ പറഞ്ഞു, ലിൻസി, എനിക്ക് വല്ലാതെ ഒരു വിഷമം തോന്നുന്നു. നീ എൻ്റെ സൈഡിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. അവള്, ആ പാവം പെണ്ണ്, കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തി എൻ്റെ സൈഡിലിരുന്നുകൊണ്ട് അവൾ നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഏകദേശം 10 മിനിറ്റോളം അവൾ അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഞാൻ സമാധാനമായ ഉറക്കത്തിലേക്ക് വീണു. സമാധാനമായ ഉറക്കമെന്ന് പറഞ്ഞാൽ വളരെ ഗാഢമായ ഉറക്കത്തിലേക്ക് ഞാൻ വീണു. ഞാൻ ഉണരുന്ന സമയത്ത് രാവിലെ ട്രെയിൻ എറണാകുളം സ്റ്റേഷനിൽ വന്നു നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ജീവിതത്തിൽ പ്രയാസത്തിലൂടെയും സങ്കടത്തിലൂടെയും കഷ്ടത്തിലൂടെയും കടന്നു പോകുന്ന സമയത്ത് ജീവനുള്ളൊരു ദൈവം നമ്മളുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഏവർക്കും നല്ലതാണ്. ICUവിന്റെ മരവിച്ച തണുപ്പിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു, നമ്മുടെ ആരോഗ്യം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പണം, നമ്മുടെ അന്തസ്സ് ഒരു പ്രയോജനവുമില്ല കേട്ടോ. അവിടെ നമ്മളെ ആശ്വസിപ്പിക്കാൻ ഡോക്ടർമാർക്കാവില്ല. അവിടെ നമ്മളെ സാന്ത്വനിപ്പിക്കാൻ നഴ്സുമാർക്കാവില്ല. അവിടെ മരുന്നുകൾക്ക് പോലും പ്രയോജനമുണ്ടെന്ന് കരുതുന്നില്ല. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുണയും നമ്മോടുകൂടെ ഇല്ലെങ്കിൽ ആ തണുപ്പിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ ഇപ്പോഴും ഓർത്ത് അത്ഭുതപ്പെടാറുണ്ട്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് വേണ്ടി അന്ന് രാത്രിയിൽ 5 ചെറുപ്പക്കാർ അവിടെ വന്നത് എങ്ങനെ? വാൽവുകൾ മൊത്തമായി മാറ്റിവെക്കേണ്ടി വരും എന്നിരുന്ന സാഹചര്യത്തിൽ ഒരു വാൽവ് പോലും മാറ്റിവെക്കാതെ എൻ്റെ ആ സർജറി നടന്നത് എങ്ങനെ? ഒരു ഇഞ്ചക്ഷൻ പോലും പേടിയായിരുന്ന എനിക്ക് ഒരു നീണ്ട സർജറിയെ ഇത്ര ശാന്തമായി അഭിമുഖീകരിക്കാൻ സാധിച്ചത് എങ്ങനെ? ഒരു മനുഷ്യനും സഹായത്തിനില്ല എന്ന് കരുതിയിരുന്ന ആ ട്രെയിനിൽ എന്നെ സമാധാനത്തോടെ കിടത്തി ഉറക്കിയവൻ ആര്? ഇതാ ഞാൻ പറഞ്ഞേ, ജീവിതത്തിലെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് താങ്ങുന്ന ഒരു ദൈവം കൂടെ ഇല്ല എങ്കിൽ രാവിലെ ഉണരുന്നത് എങ്ങനെ? ഓരോ ദിവസവും ദൈവത്തിന്റെ അനുഗ്രഹമാകട്ടോ. ഓരോ നേരവും അവന്റെ കരുണയാലാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. എൻ്റെ അനുഭവത്തെക്കാൾ വലിയൊരു അനുഭവം പ്രിയ സഹോദര സഹോദരി ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായേക്കാം. ഞാൻ ഈ കിട്ടിയൊരു അവസരത്തിൽ ദൈവം പുലർത്തുന്നത് എങ്ങനെയെന്ന് എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യത്തിലൂടെ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ അനേകം ആളുകൾ ഓരോ ദിവസവും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവരാരും ദൈവത്തെ തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടകരമായ അവസ്ഥയാണ്. ദൈവത്തെ അറിയാത്ത ആളുകൾ അവർ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന ഭാഗ്യങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ മക്കൾ അവര് എപ്പോഴും അവനെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കും. ഞാൻ മനസ്സിലാക്കുന്നു, അനേകം ആളുകളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്നിരിക്കുന്ന ഞാൻ. ഈ സർജറിക്ക് ശേഷം ഞാൻ കുറച്ചു കാലം എൻ്റെ അങ്കിളിന്റെ വീട്ടിലാണ് താമസിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർജറി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവര് നമ്മളെ വന്ന് ഡിസ്റ്റർബ് ചെയ്യരുത്. എന്തെങ്കിലും കൊച്ചസുഖങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ നമുക്കത് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് എൻ്റെ അങ്കിളിന്റെ, ഡാനിയൽ എന്ന് പറഞ്ഞ എൻ്റെ അങ്കിളിന്റെ വീട്ടിലാണ് ഞാൻ 1 മാസക്കാലത്തോളം ഒളിച്ചു താമസിച്ചത്. പക്ഷേ ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എൻ്റെ പല സുഹൃത്തുക്കളും ഇടയ്ക്കൊക്കെ വന്ന് കാണുകയും മറ്റും ചെയ്തിരുന്നു. അവരൊക്കെ ദൈവവചനത്തിൽ നിന്ന് എന്നെ വളരെയധികം ആശ്വസിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, അങ്ങനെ വളരെയധികം ആളുകൾ വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്നതിനിടയിൽ
കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാള് എന്നെ കാണാൻ വന്നു. അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിജു, കൃഷ്ണൻകുട്ടി എന്ന ഞാൻ പോർട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് വഴികളിൽ വെച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രസംഗം കേൾക്കാനിടയായി. കണ്ടിന്യൂസ് ആയിട്ട് 1-2 ദിവസങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആ മനുഷ്യന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, സത്യത്തിൽ ആരാണ് നിങ്ങൾ ഈ പറയുന്ന യേശു ക്രിസ്തു? അദ്ദേഹം എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ബിജുവിന് അറിയാമോ, ക്രിസ്തുവിനെ സ്വീകരിച്ച ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് എൻ്റെ ശരീരത്തിൽ 6 വലിയ ഓപ്പറേഷനുകൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് എൻ്റെ ഒരു കാലില്ല, ഞാൻ ഒരു വെപ്പുകാലുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഞാൻ ഇവനെ വിടുകയില്ല. ഞാൻ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ ഒരു ദിവസം ഈ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കാനിടയായി. ആ ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് ഇന്ന് ഈ ദിവസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട 6 സർജറികൾ എൻ്റെ ശരീരത്തിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഒരു കാലും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇനി ഞാൻ ഇവനെ വിടുകയില്ല എന്ന് ആ മനുഷ്യൻ എൻ്റെ കിടക്കക്കരിയിൽ വന്നിരുന്ന് പറഞ്ഞപ്പോൾ മറ്റാരും പറഞ്ഞതിനേക്കാളും വലിയൊരു സന്തോഷവും സമാധാനവും എനിക്ക് അന്നുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ദൈവത്തെ അറിയുന്ന ദൈവത്തിന്റെ ഒരു പൈതലിനെ സംബന്ധിച്ച് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉറപ്പാ. ആ പ്രയാസങ്ങളിലും ആ സങ്കടങ്ങളിലും ദൈവം കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി കർത്താവിനെ ശരണം പ്രാപിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ ജീവിതത്തിൽ സന്തോഷിക്കാൻ സാധിക്കത്തുള്ളൂ. പൗലോസ് അപ്പോസ്തലനെ പോലെ ജീവിതത്തിൽ നമ്മൾക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും അതെന്തായാലും ഉറപ്പാണ്. ആ ഉറപ്പായിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത് പ്രത്യേകിച്ച് ഈ കൃഷ്ണൻകുട്ടി ബ്രദർ എന്നോട് പറഞ്ഞ ഈ അനുഭവത്തിലൂടെയാണ്. ഞാൻ ഇന്ന് വളരെയേറെ സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും എന്നെ വളർത്തുന്ന, എന്നെ നടത്തുന്ന, എന്നെ പരിപാലിക്കുന്ന ഒരു വലിയ ദൈവം ജീവനോടെ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് വന്നു ചേരുവാൻ നമ്മൾക്ക് ഇടയാകട്ടെ. ദൈവത്തിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ നമ്മൾക്ക് ഇടയാകട്ടെ. വീണ്ടും കാണുന്നവരെ പ്രാർത്ഥനയിൽ നമ്മൾക്കായിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശ്രവിക്കാതെ ദൂരെയാകും എൻ ജനമേ, നീ കേട്ടിടുക. ഞാൻ നിന്നെ സ്നേഹിച്ചു കരുതുമല്ലോ. എൻ ജനമേ, നീ കേട്ടിടുക. ഞാൻ നിന്നെ സ്നേഹിച്ചു കരുതുമല്ലോ. കളിക്കും ഞാൻ നിർമ്മല ജലവും തിരിച്ചു വരുത്തും നിന്നെ എന്നിലേക്ക്. കളിക്കും ഞാൻ നിർമ്മല ജലവും തിരിച്ചു വരുത്തും നിന്നെ എന്നിലേക്ക്. എന്റെ ആത്മാവിനെ ഉള്ളിൽ പകർന്നു നയിച്ചിടും നിന്റെ നേർവഴിയിൽ. എന്റെ ആത്മാവിനെ ഉള്ളിൽ പകർന്നു നയിച്ചിടും നിന്നെ നേർവഴിയിൽ. മൊഴി കേൾക്കാതെ അകന്നു പോകും, എൻ സ്വരം ശ്രവിക്കാതെ ദൂരെയാകും. എൻ ജനമേ, നീ കേട്ടിടുക. ഞാൻ നിന്നെ സ്നേഹിച്ചു കരുതുമല്ലോ. എൻ നാമം നീ എന്നും ദുഷിച്ചുവല്ലോ. എൻ ക്രോധം നിന്റെ മേൽ ജ്വലിച്ചുവല്ലോ.
നിന്നെ ഞാൻ ഏൽപ്പിച്ചു ലജ്ജിക്കാൻ ന്യായം വിധിച്ചല്ലോ എൻ ജനമേ ചിതറിച്ചു നിന്നെ ഞാൻ ഏൽപ്പിച്ചു ലജ്ജിക്കാൻ ന്യായം വിധിച്ചല്ലോ എൻ ജനമേ തളിക്കും ഞാൻ നിർമ്മല ജലവും തിരിച്ചു വരുത്തും നിന്നെ എന്നിലേക്ക് എന്റെ ആത്മാവിനെ ഉള്ളിൽ പകർന്നു നയിച്ചിടും നിന്നെ നേർവഴിയിൽ കല്ലുപോൽ കഠിനമാം ഹൃദയം മാറ്റി വയ്ക്കുന്നു മാംസള ഹൃദയം നിന്നിൽ കല്ലുപോൽ കഠിനമാം ഹൃദയം മാറ്റി വയ്ക്കുന്നു മാംസള ഹൃദയം നിന്നിൽ എൻ ഹിതമറിയാനും എൻ വഴി കാണാൻ എൻ പ്രമാണങ്ങളെ ഓർക്കുവാനും എൻ ഹിതമറിയാനും എൻ വഴി കാണാൻ എൻ പ്രമാണങ്ങളെ ഓർക്കുവാനും തളിക്കും ഞാൻ നിർമ്മല ജലവും തിരിച്ചു വരുത്തും നിന്നെ എന്നിലേക്ക് എന്റെ ആത്മാവിനെ ഉള്ളിൽ പകർന്നു നയിച്ചിടും നിന്നെ നേർവഴിയിൽ ഞാനല്ലോ